നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് പിന്തുണ നൽകിയതിനു പിന്നാലെ CPM നേതാക്കളെ കണ്ടെന്ന് അഖില കേരള ഹിന്ദു മഹാസഭ. CPM PB അംഗം A വിജയരാഘവനുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയെന്ന് അഖില കേരള ഹിന്ദു മഹാസഭ പ്രസിഡന്റ് സ്വാമി ദത്താശ്രേയ സായി സ്വരൂപനാഥ് മീഡിയ വണ്ണോട് പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ അഖില കേരള ഹിന്ദു മഹാസഭ LDFനെ പിന്തുണയ്ക്കുന്നുണ്ട്. MV ഗോവിന്ദനുമായി നേരത്തെ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. വർഗീയതയ്ക്കെതിരായതുകൊണ്ടാണ് LDFനെ പിന്തുണയ്ക്കുന്നതെന്നും സ്വാമി ദത്താശ്രേയ സായി സ്വരൂപനാഥ് പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അഖില ഭാരത ഹിന്ദു മഹാസഭ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു കാര്യം വിശദീകരിക്കാനായിട്ട് അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്വാമി നമുക്കിപ്പം ചേരുകയാണ്. സ്വാമി, ഇന്നത്തിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്കാണ് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്? LDF തന്നെയാണ് ഞങ്ങൾ കഴിഞ്ഞ സമയത്തും പ്രഖ്യാപിച്ചിരുന്നത്. MP ഇലക്ഷനും പരിപൂർണമായിട്ടും LDFന്റെ കൂടെ തന്നെയായിരുന്നു. എന്തുകൊണ്ട് നിങ്ങൾ LDFനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്ന ചോദ്യം. വർഗീയതയില്ലാത്ത എല്ലാ പേരും ഉൾക്കൊള്ളാൻ പറ്റുന്നതും അതുപോലെ തന്നെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായിട്ട് ആരെങ്കിലും നിങ്ങളുമായിട്ട് LDFന്റെ അല്ലെങ്കിൽ CPM നേതാക്കൾ ആരെങ്കിലുമായിട്ട് ഒരു ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടുണ്ടോ? നേരത്തെ തന്നെ ഞങ്ങൾ കഴിഞ്ഞ കോടിയേരി ബാലകൃഷ്ണനും M വിജയരാഘവൻ സഖാവും ആയിട്ട് തീരുമാനമെടുത്തിട്ടുണ്ടായിരുന്നു. അത് മുതലേ ഇങ്ങോട്ട് കണ്ടിന്യൂ ചെയ്തു വരികയാണ് ഹിന്ദു മഹാസഭ. പ്രധാനപ്പെട്ട ചോദ്യം, ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലമ്പൂരിൽ നിങ്ങളുടെ പിന്തുണ വേണമെന്ന് LDF നേതൃത്വം അല്ലെങ്കിൽ CPM നേതൃത്വം നിങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ? ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നേരത്തെ തന്നെ കണ്ടിന്യൂ ചെയ്ത് വന്നതായിരുന്നു. അത് കണ്ടിന്യൂ ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട്. ആരുമായിട്ടാണ് ആശയവിനിമയം നടത്തിയത്? LDF പോയിട്ട് തന്നെയായിരുന്നു നടത്തിയിരുന്നത്. LDF എന്ന് പറയുമ്പോൾ സഖാവും അതുപോലെ തന്നെ നമ്മുടെ ഇദ്ദേഹം ഗോവിന്ദ മാഷും എല്ലാ പേരുമായിട്ടും നേരത്തെ തന്നെ തീരുമാനം എടുത്തിട്ടുള്ള തന്നെയായിരുന്നു. ഇപ്പോൾ CPMന്റെ PB അംഗമാണ് A വിജയരാഘവൻ, CPM സംസ്ഥാന സെക്രട്ടറിയാണ് MV ഗോവിന്ദൻ. അപ്പോൾ ആ നേതാക്കൾ, ഇപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുള്ള MV ഗോവിന്ദൻ പറയുന്നത് ഈ ഹിന്ദു മഹാസഭ ആരാണ് എനിക്കറിയില്ല എന്നുള്ളൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അപ്പോൾ CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി അവർ പിന്തുണ ആവശ്യപ്പെടുന്ന പറയുന്നത്, പക്ഷേ നിങ്ങൾ അറിയില്ല എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. അല്ല, അതായത് ഹിന്ദു മഹാസഭയുടെ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു വന്ന ഹിന്ദു മഹാസഭയുടെ പേര് പറഞ്ഞും കൊണ്ട് അവിടെ ഹിമവൽ ഭദ്രാനന്ദൻ എന്ന തോക്കുസ്വാമി അവിടെ വന്നിട്ട് ഹിന്ദു മഹാസഭയുടെ പേരിൽ വന്നിട്ട് ആവശ്യമില്ലാതെ പ്രശ്നങ്ങളുണ്ടാക്കി സ്ഥാനാർത്ഥിയെ നിർത്തുകയുണ്ടായി. അതുപോലെ തന്നെ സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പിൻവലിക്കുകയുണ്ടായി. ഹിന്ദു മഹാസഭ അറിഞ്ഞിട്ടില്ല. കാരണം ഒരു വിവാദം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആവശ്യം. ഇപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ അഖില ഭാരത ഹിന്ദു മഹാസഭയുടെ പിന്തുണ, വോട്ടിംഗ് പിന്തുണ വേണമെന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും A വിജയരാഘവനും നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസാരിച്ച് ഞങ്ങൾ കഴിഞ്ഞ കാലം മുതലേ അത് പിന്തുടർന്ന് വന്നത് തന്നെയാണ്. അത് ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിനകത്ത് CPM നേതൃത്വം പറയുന്നത് ഹിന്ദു മഹാസഭ ആരാണെന്ന് അറിയില്ല, തങ്ങൾ അങ്ങോട്ട് പോയി പിന്തുണ ചോദിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ് CPM നേതൃത്വം പറയുന്നത്. പക്ഷേ അതേസമയം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുതൽ CPMന് LDFന് ഹിന്ദു മഹാസഭയുടെ പിന്തുണയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതൃത്വത്തിലെ ഉന്നത വ്യക്തികൾ തന്നെ ഇവരുമായിട്ട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഹിന്ദു മഹാസഭയുടെ നേതൃത്വം പറയുകയും ചെയ്യുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ബിജു മടവൂരിനൊപ്പം ഷിജോ കുര്യൻ, മീഡിയ 1.